സത്യത്തിൽ നമ്മൾ മനുഷ്യരൊക്കെ എന്താണല്ലേ, വെയിൽ വന്നാൽ പറയും ഒന്ന് മഴ പെയ്തെങ്കിൽ മതിയായിരുന്നു എന്ന്, മഴ പെയ്താൽ പറയും ഒന്ന് വെയിൽ വന്നെങ്കിൽ മതിയായിരുന്നു. ഇത്രയും ദിവസം ചൂട് കാരണം സഹിക്കാൻ വയ്യാതിരുന്നപ്പോൾ ഒന്ന് മഴ പെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പെയ്ത് തുടങ്ങിയപ്പോൾ എങ്ങനെയാ ഈ തുണിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാന്ന് ആലോചിച്ച് ടെൻഷനായിട്ട് വയ്യ. എടുക്കലും വിരിക്കലും പറക്കലും ഒക്കെയാണ് ഇപ്പൊ മെയിൻ. രാവിലെ മുറ്റം തൂത്തിട്ടിരുന്നതാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ 2-3 ഇലകൾ മാത്രം വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് പറക്കിക്കളാം. റൂമിലൊക്കെ ഇരിക്കുന്ന ബേസ് ബോർഡ് കുഞ്ഞു പെട്ടിയൊക്കെ ആരൂട്ടി ഇങ്ങനെ എടുത്ത് മുറ്റത്ത് കൊണ്ടിടും. ഞാനത് പറക്കി കത്തിക്കാനായിട്ട് കൊണ്ടുപോയി. ഇത് ഈ വീട്ടിലെ കുഞ്ഞൊരു ചായ്പാണ് കേട്ടോ. ഈ വീടിന്റെ ഓണറുടെ കുറച്ച് സാധനങ്ങളൊക്കെ വേസ്റ്റ് സാധനങ്ങളാണെങ്കിൽ വേണമെന്നുള്ളതൊന്നുമല്ല, അവിടെ വെച്ചിട്ടുണ്ട്. അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ നോക്കിയത് പാമ്പ് വല്ലതും കയറി ഇരിപ്പുണ്ടോ എന്നാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറാറില്ല കേട്ടോ, പേടി. തടിയും അതും ഇതുമൊക്കെ അടുക്കി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരു 7 മാസം ആയെന്ന് തോന്നുന്നു. അന്ന് ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ വർക്കിന് പോയി. ഞാനാണെങ്കിൽ TV-യിൽ സ്നേക് മാസ്റ്റർ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തെ ബാത്റൂമിലേക്ക് അകത്തുനിന്ന് ചെറിയൊരു കണക്ഷൻ പോയിട്ടുണ്ടായിരുന്നു. അതുവഴി എന്തോ ഒരു സാധനം ഇങ്ങനെ എഴഞ്ഞ് നമ്മളെ കിച്ചണിലോട്ട് പറഞ്ഞാൽ ആദ്യം ഞാനിത് കണ്ടില്ല. എന്തോ ഒരു സാധനം തൂങ്ങിക്കിടക്കുന്നതായിട്ട് ഞാൻ ആദ്യം ശ്രദ്ധിച്ചു. കുറച്ചു നേരം ഒന്ന് നോക്കിയപ്പോഴാണ് ഈ സാധനം അനങ്ങുന്നത് പോലെയൊക്കെ തോന്നിയത്. അപ്പോഴാണ് പാമ്പാണെന്ന് മനസ്സിലായത്. പൊതുവേ എനിക്ക് പാമ്പിനോടും അട്ടയോടൊക്കെ പേടിയാണ്. പ്രഗ്നൻസി സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പാമ്പിനെ അഡിക്റ്റഡ്. അതായത് വീഡിയോസിൽ കാണാനായിട്ട് ഏട്ടൻ എന്നെ വഴക്ക് പറയായിരുന്നു, എന്തിനാ ഇതൊക്കെ ഇരുന്ന് കാണുന്നത്. എന്തായാലും കയറിയത് പോലെ തന്നെ അത് താനെ അങ്ങ് ഇറങ്ങിപ്പോയി. ഇപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ കത്തിക്കുന്ന ട്രങ്ക് പെട്ടി, ഇത് പണ്ടൊക്കെ മഴ പെയ്യുമ്പോൾ ഞാൻ എടുത്ത് അകത്ത് വെക്കുമായിരുന്നു. ഇപ്പൊ അത് മുഴുവൻ തുരുമ്പിച്ചുകൊണ്ട് എടുക്കാൻ പറ്റില്ല. മഴയൊക്കെ 2-3 മഴ പെയ്തപ്പോഴത്തേക്കും അത് മൊത്തം തുരുമ്പിച്ച് പൊടിയാണ് വാങ്ങുന്നതെങ്കിൽ 400 രൂപ അടുപ്പിച്ച് വിലയുണ്ട്. അങ്ങനെ എന്തായാലും അടുത്തത് വാങ്ങുന്നതുവരെ കത്തിക്കാനായിട്ട് ഞാൻ ചെറിയൊരു സെറ്റപ്പ് ആക്കി എടുത്തിട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്